നമ്മളൊരു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കുറേ പ്രൊസീജിയറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു വീടിന് മാക്സിമം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഒരു 3-4 മാസമൊക്കെയാണ്. അപ്പം ഇതിൽ നമ്മളുടെ ഓരോ പ്രോസസ്സുണ്ട്. അപ്പോൾ സാധാരണ കാണുന്ന പ്രോസസ്സുകൾക്കപ്പുറം പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിനിഷായി കഴിയുന്നതോടൊപ്പം തന്നെ അതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തു വന്ന പ്രവൃത്തികളിൽ എന്തെങ്കിലും കാരണം എല്ലാ സ്റ്റേജിലും ക്വാളിറ്റി കൺട്രോളുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽ, അതിൻ്റെ ഡ്യൂറബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഒരു വർക്ക്മാൻഷിപ്പിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു പ്രീകാസ്റ്റ് ബിൽഡിംഗ് ആണെങ്കിൽ നമുക്കൊരു കൺട്രോൾഡ് എൻവയൺമെൻറ്റിൽ ചെയ്യാൻ പറ്റും. സൈറ്റിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അല്ല ചെയ്യുന്നത്. നമ്മൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ രാത്രിയും പകലും പണി നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. മനഃപൂർവ്വം ആരും ചെയ്യുന്നതല്ല. പക്ഷേ ഇപ്പോൾ ഒരു വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നു. ആ വൈബ്രേറ്റർ ഈ സ്ലാബെന്ന് പറയുന്നത് 4-5 ഇഞ്ച് മാത്രം തിക്നെസ്സുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് കോൺക്രീറ്റ് മാത്രമല്ല ഉള്ളത്, അതിനകത്ത് സ്റ്റീലുണ്ട്, അതിനകത്ത് PVC പൈപ്പുകൾ ഇട്ടിട്ടുണ്ട് ഈ ഇലക്ട്രിക്കൽ വയറിങ്ങിന് വേണ്ടി. ഇതൊക്കെ നമ്മൾ സ്വന്തം വീട് വെക്കുമ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ ഈ പോണ്ടിങ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്താറില്ല. അത് മഴ പെയ്യുമ്പോൾ ആ നനവ് കാണുകയാണെങ്കിൽ നമ്മൾ അന്നേരം അതിൻ്റെ മുകളിൽ ഒരു വാട്ടർ പ്രൂഫിംഗ് പെയിൻ്റ് അടിച്ച് അല്ലെങ്കിൽ ടൈൽസ് വിരിച്ച്, ഇതൊന്നുമില്ലെങ്കിൽ കുറേ കഴിയുമ്പം ഒരു ടിൻ ഷെഡ് ഇതിൻ്റെ മുകളിലടിക്കും. കോടികൾ പണിഞ്ഞ വീടിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ വീടിൻ്റെ മുകളിൽ ഈ ടിൻ ഷെഡ് പലയിടത്തും കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? ലീക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിനെ ആ രീതിയിലല്ല, ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഈ ലീക്ക് വരരുത് എന്നുള്ള രീതിയിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കോൺക്രീറ്റിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പോണ്ടിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് നടത്തും. അത് 24 തൊട്ട് 36 മണിക്കൂർ വരെ വെള്ളം കെട്ടി നിർത്തും. അങ്ങനൊരു സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന വളരെ റെയറായിരിക്കും. നിങ്ങൾ അൺടിൽ അൺലെസ് നമ്മൾ ടെറസ് ക്ലീൻ ആക്കാതെ ഇടുവോ, അല്ലെങ്കിൽ അവിടുന്ന് താഴോട്ട് പോകുന്ന പാത്തുകളിലും കുഴലുകളും അടഞ്ഞു കിടന്നിട്ട് നമ്മൾ അറിയാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ 36 മണിക്കൂർ വെള്ളം കെട്ടി നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കില്ല. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ഫോഴ്സ്ഡ് ആയിട്ട് ഇതിനെ കെട്ടി നിർത്തും, ട്രീറ്റ് ചെയ്യാത്ത സ്ലാബിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഡാംപ്നെസ് വരും. ഈ ഡാംപ്നെസ് വരുന്നിടത്ത് നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, മാർക്ക് ചെയ്തിട്ട് അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മേളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്ത് വിട്ടാൽ മതി. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മനുഷ്യനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ കൺസേൺ, അതായത് ഈ PVC പൈപ്പും സ്റ്റീലും ഒക്കെ വരുന്നിടത്ത് എന്തെങ്കിലും കാര്യം കൊണ്ട് കോൺക്രീറ്റിൻ്റെ സ്ലറി എത്തിപ്പെട്ടില്ലെങ്കിൽ അതിന് ഈ പുറത്തുനിന്ന് ഇഞ്ചക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ ദാറ്റ് ഇൻ ഫ്യൂച്ചർ ആൾസോ ഇങ്ങനൊരു കുഴപ്പം വരില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനകത്ത് ലൈൻ മാർക്ക് ചെയ്തിട്ട് അവിടെ ഈ ഡാംപ്നെസ് വന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്ലഗുകൾ ഫിറ്റ് ചെയ്തു. ഈ പ്ലഗിനകത്തൂടെ എപ്പോക്സി ഗ്രൗട്ട് പ്രഷറൈസ്ഡ് ചെയ്ത് ഇഞ്ചക്റ്റ് ചെയ്തു. എന്തുകൊണ്ട് എപ്പോക്സി ഗ്രൗട്ട്? നോർമൽ സിമെൻറ്റ് ഗ്രൗട്ട് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ സിമെൻറ്റ് ഗ്രൗട്ട് എളുപ്പം സെറ്റിലായിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ കുറച്ചുകൂടെ പ്രൊലോങ് ചെയ്തിട്ട് ഈ ചെറിയ മൈക്രോ ക്രാക്ക് അകത്തുള്ള ക്രാക്കിനകത്തൂടെ, ക്രാക്കെന്നല്ല ഈ ഗ്യാപ്പിനകത്തൂടെ വോയിഡിനകത്തൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എപ്പോക്സി ഗ്രൗട്ടിനെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡാംപ്നെസ്സിൻ്റെ ടോപ്പിൽ, ഓക്കെ, താഴെ നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി മേളിൽ വേണമെങ്കിൽ നമുക്ക് നോർമൽ നമ്മളുടെ ഇതിനകത്തുള്ള വാട്ടർ പ്രൂഫ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ അതിന് പകരം ഒരു അഡീഷണൽ ലെയർ കൂടെ നമ്മൾ അവിടെ കൊടുത്തു. ആ ഭാഗത്ത് മാത്രം ക്ലീൻ ചെയ്ത് അത് കട്ട് ചെയ്ത് എന്തെങ്കിലും ചെറിയ ചെറിയ മൈക്രോ ക്രാക്കുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇല്ലെങ്കിലും അതിനെ അവിടെ ഇത് വാട്ടർ പ്രൂഫിങ് അഡീഷണൽ ലെയർ എപ്പോക്സി ലെയർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ 24 hours പിന്നെ വെള്ളം കെട്ടി നിർത്തും. അപ്പോഴും നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന അതിനാണ്. ഈ മാർക്ക് ചെയ്തെടുത്ത് തന്നെയാണോ വെള്ളം വരുന്നത്, ഇനി വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വരുന്നില്ല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെറസ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യും. ഓക്കെ, അതിൻ്റെ മുകളിൽ 2 ഇഞ്ച് തിക്നെസ്, അതായത് ഒരു 7 സെൻറ്റിമീറ്റർ തൊട്ട് 2 സെൻറ്റിമീറ്റർ ആവറേജ് തിക്നെസ് വരുന്ന രീതിയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴുകി നമ്മൾ ഈ പാത്തികളിലൂടെ അല്ലെങ്കിൽ കുഴലുകളിലൂടെ പോകുന്ന സ്ഥലത്തോട്ട് സ്ലോപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കോൺക്രീറ്റ് ഇടും. ഈ കോൺക്രീറ്റ് 2 ഇഞ്ച് തിക്നെസ്സുള്ള കോൺക്രീറ്റാണ്.
അപ്പോൾ ഈ കോൺക്രീറ്റിനെ നമ്മളിപ്പം ഇപ്പോഴല്ല നമ്മൾ തുടങ്ങിയപ്പോൾ ഈ ചൂടെന്ന് പറയുന്നത് എവിടെയും കേരളത്തിലെവിടെയും പുറത്ത് ചൂടിപ്പം ഇന്ന് പാലക്കാട് ചൂട് കൂടിയിട്ട് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് ഉരുകിപ്പോയെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ടൈല് പൊട്ടിത്തെറിച്ച കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അനുഭവങ്ങളാണ്, അല്ലാതെ ഇതിന് ആ അനുഭവങ്ങളുടെ പുറത്ത് നമ്മൾ മനസ്സിലാക്കി ഈ സ്ക്രീഡ് കോൺക്രീറ്റ് കൊടുത്താലും ഈ ടെമ്പറേച്ചറിൽ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് സൊല്യൂഷനാണ്. പക്ഷേ ഇതൊന്നും എന്താ പറയുന്നത്, എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ പറയുന്ന നമ്മുടെ എൻജിനീയറിങ് റിക്വയർമെൻറ്റും നമ്മൾക്ക് തന്നേക്കുന്ന കോൺട്രാക്റ്റ് അനുസരിച്ചിട്ടും എത്രയാണോ വരുന്നത് അതിനകത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ, കാരണം ഈ പറയുന്ന കോൺക്രീറ്റ് നമുക്ക് ഇട്ടാൽ മതി. നമ്മളെന്ത് ചെയ്തു, ഈ പൊട്ടൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിട്ടാലും ഈ തിക്നെസ് കുറയുമ്പം പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അതിനകത്ത് കുറച്ച് ഫൈബർ ആഡ് ചെയ്തു, വിച്ച് ഈസ് എക്സ്പെൻസീവ് ആക്ച്വലി. അപ്പം നമ്മളത് ആഡ് ചെയ്തിട്ടിട്ടപ്പം ഈ ചൂട് കൊണ്ടുള്ള പൊട്ടലുകൾ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയല്ല, നമ്മൾ ഈ പറയുന്ന കോൺക്രീറ്റ് നമുക്ക് ഡേ ത്രൂ ഔട്ട് ചെയ്യാം. പക്ഷേ ഈ ചൂട് സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെയും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 10:30 തൊട്ട് 4 മണി വരെയുള്ള സമയത്ത് ഇത് ചെയ്യാതാക്കി.